ഹലോ ഗൈസ്. സോ നമ്മൾ വാട്ടർഫാൾസിൽ പോയിട്ട് വന്നിട്ട് അത്യാവശ്യം ടയേർഡായതുകൊണ്ട് ഉറങ്ങി എണീറ്റിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് അവർ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓരോ വണ്ടി ഓരോ പോയിന്റിൽ പോയി കുറേ പേര് എടുത്തിട്ട് ഇതെല്ലാവരും കൂടെ ഒരു പ്ലേസിൽ വന്ന് ഗ്യാദർ ആവും. ബിക്കോസ് ഇത് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഈ ഒരു പോയിന്റ് ബ്രൂമോയിലോട്ട് പോകുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡാണ്. അതുകൊണ്ടാണ് 12 മണിക്കൊക്കെ ഇവർ പിക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ മീറ്റിംഗ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എല്ലാ വണ്ടികളും വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബ്രൂമോയിൽ പോകുന്നത് വ്യൂ പോയിൻ്റ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് സ്റ്റേഷൻ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റിംഗ് ആണ് ബാക്കി വണ്ടികളും കൂടെ വരാനായിട്ട്. അങ്ങനെ നമ്മൾ 3:30 ആയപ്പോൾ നമ്മൾ സൺറൈസ് വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി അവിടുത്തെ കാഴ്ച ഇതാണ്. താഴെ സിറ്റിയാണ്, ആ സിറ്റീൻ്റെ ലൈറ്റ്സാണ് നമ്മൾ കാണുന്നത്. സൈഡിൽ വോൾക്കാനോയും കാണും. സോ നമ്മൾ സൺറൈസ് കാണാനായിട്ട് സൺറൈസ് വ്യൂ പോയിന്റിൽ വന്നിരിക്കുവാണ്. ഇത് ഇപ്പം 4 മണിയായിട്ടുള്ളൂ. 4:30ക്കാണ് ഈ റേസ് വരുന്നത്. സോ ഇവിടുത്തെ സൺറൈസ് അറൗണ്ട് 5 to 5:30 നടക്കും. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് ക്ലൗഡ്സ് ആണ് ലെയറായി കിടക്കുന്നത്. സോ നമുക്ക് 3-4 വ്യൂ പോയിന്റ് വരുന്നുണ്ട് ഇവിടെ. ഒന്ന് ഏറ്റവും ടോപ്പിൽ, പിന്നെ അതിൻ്റെ താഴെ, പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ. ഞാൻ ഇൻ ബിറ്റ്വീനുള്ളതിലാണ് കാണാൻ പോകുന്നത്. ഇതിലിപ്പോൾ മിഡിൽ പോർഷനിലുള്ള വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് കാണുമ്പോൾ സൺറൈസ് ഈസ് മച്ച് ബെറ്റർ. ആൻഡ് ഓൾസോ നമുക്ക് ബാലിയിൽ ഇന്തോനേഷ്യയിലെ ആക്റ്റീവ് വോൾക്കാനോ മൗണ്ടെയിൻ കാണാൻ പറ്റും. ദാറ്റ് വൺ ഈസ് ബാലിയിലെ ആക്റ്റീവ് വോൾക്കാനോ മൗണ്ടെയിൻ. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അവിടുത്തെ കാണാം. And everything is getting better. ഭയങ്കര തണുപ്പുണ്ട് മഴ. സോ ആ ഒരു മൗണ്ടൈനിൽ നമുക്ക് കാണാൻ ലൈക്ക് സ്മോക്ക് വരുന്ന സ്മോക്ക് ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സൺറൈസ് കണ്ടിട്ട് തിരിച്ച് ജീപ്പിലോട്ട് പോവുകയാണ്. ഇനി ജീപ്പിൽ നിന്ന് 2 hours ഉണ്ട് ജീപ്പിൽ. എന്നിട്ട് താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് വോൾക്കാനോൻ്റെ ബേസിൽ പോവും. അവിടെ നിന്ന് ആക്റ്റീവ് വോൾക്കാനോസ് കാണാൻ പറ്റും. പിന്നെ അതിങ്ങനെ തെറിച്ചത് താഴെ കിടക്കുന്നുണ്ട്. സോ അതും കാണാൻ പറ്റും. സൺറൈസ് കഴിയുന്നവരെ നല്ല തണുപ്പായിരുന്നു. സൺറൈസ് കഴിഞ്ഞപ്പോൾ തണുപ്പിച്ചിരി കുറഞ്ഞു. സോ ഇപ്പം നമ്മൾ ജീപ്പിലെത്തി. അതാണ് ആക്റ്റീവ് വോൾക്കാനോ. അവിടെ നിന്ന് സ്മോക്ക് വരുന്നത് കാണാമല്ലോ. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രൈറ്റയാർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസിലാണ്. സോ ഡെസേർട്ട് പോലെയാണ് ഇവിടുത്തെ. നമ്മൾ നേരത്തെ വ്യൂ പോയിന്റിൽ നിന്ന് ബ്രോമോ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുമ്പോഴാണ് ഈ ആക്റ്റീവ് വോൾക്കാനോ ഉള്ള പ്ലേസിലെത്തുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ട്രെക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. സോ എങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. സോ നമുക്ക് 2 മണിക്കൂറുണ്ട് 3 kilometers നടക്കാനായിട്ട്. ഫ്ലാറ്റ് സർഫസ് അല്ല, നല്ലപോലെ കയറി ഇറങ്ങി പോകണം. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടാണെന്ന് തന്നെ ഗൈഡ്സും പറയുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഇവിടെ ഓസും അവൈലബിൾ ആണ്. അപ്പോൾ ഹോസ് എടുക്കാം. അപ്പം നമ്മൾ പോകുന്നവരെ പോയിട്ട് ബാക്കി ഹോസ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. സോ ഇവിടെ സൾഫ ഫ്യൂംസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. നേരത്തേക്കാൾ കുറവുണ്ടെങ്കിലും ഇപ്പം നല്ല തണുപ്പുണ്ട്. സോ വോൾക്കാനോ ഒക്കെ ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഫൈനലി നേരിട്ട് കാണാൻ പോവുകയാണ്. ആൻഡ് ബർത്താണ് ഡെഫിനറ്റ്ലി. ഫിലിമിലും ബുക്കിലും മാത്രം കണ്ട സാധനം ഇപ്പം നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലെസ്ഡ്. അപ്പം നമ്മളിപ്പോൾ തുടങ്ങുവാണ് സ്ലോലി. ബാക്കി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ നടന്ന് ഹാഫ് വേ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് കുറച്ച് കൂടെ ഫ്രണ്ടിൽ പോയിട്ട് ഹൈക്കിങ് തുടങ്ങണം. അപ്പോൾ രാവിലെ നമ്മൾ നിന്നപ്പം ടെമ്പറേച്ചർ വാസ് അറൗണ്ട് 8-9 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ഇപ്പം 11-12 ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആൾക്കാർ കയറി പോകുന്നുണ്ട് മുകളിലോട്ട്. ഏറ്റവും ലാസ്റ്റ് അവിടെ സ്റ്റെയേഴ്സ് ഉണ്ട്. അതുവരെ സ്ലോപ്പ് ചെയ്യണം. കണ്ടോ, സ്ലോപ്പ് കയറി ഏറ്റവും മുകളിൽ പോകുമ്പോൾ സ്റ്റെയേഴ്സ്. പിന്നെ അവിടെ ഹാൻഡ് റീൽസ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആക്റ്റീവ് ബാൽക്കോണി കാണാം. നമുക്ക് ആ വേലി കെട്ടിയിട്ടുള്ള ഭാഗത്താണ് പോകാനുള്ളത്. സോ ഇവിടെ കുറേ ഫ്ലാറ്റ് സർഫസ് ആണ്. അത് നടന്നിട്ട് മുകളിലോട്ട് കയറുമ്പോൾ ആ വേലീൻ്റെ അവിടെയാണ് നമുക്ക് ആക്റ്റീവ് വോൾക്കാനോസ് കാണാൻ പറ്റും. നമ്മളെന്തായാലും പതുക്കെ നിന്നൊക്കെ കയറുന്നുള്ളൂ. കാരണം ടൈമുണ്ട്. അപ്പോൾ ഹെൽത്ത് നോക്കി എനർജി സേവ് ചെയ്ത് പതുക്കെ വെള്ളോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിയർലി നമ്മൾ അബവ് ഹാഫ് ഡിസ്റ്റൻസ് കവറാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇനിയും കയറാനുണ്ട് നമുക്ക്. സ്ലോലിയാണ് കയറുന്നത്. അവിടെയാണ് വോൾക്കാനോ ഉള്ളത്. നമ്മൾ ആക്ച്വലി അങ്ങ് ദൂരെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ പോയിന്റ് വരെ നമ്മൾ എത്തിയത്. ഇവിടെ നിന്ന് ഇത്രയും കയറി ഇനി ഇവിടെ നിന്ന് ഇത്രയും കൂടെ കയറി സ്റ്റെപ്സ് കയറിയാൽ ഫൈനലി നമ്മൾ വോൾക്കാനോ പോയിന്റ് എത്തും. ഇനിയിപ്പം സ്റ്റെപ്സ് കയറാനൊരു യുദ്ധമായിരിക്കും. അത്യാവശ്യം ഭയങ്കര സ്ലോപ്പാണ്. അപ്പം നമ്മൾ സ്റ്റെപ്സൊക്കെ നോക്കി വെച്ചില്ലെങ്കിൽ കാല് തെന്നി പോകുന്നുണ്ട്. മണലാണ്. മണലെന്ന് പറയാൻ പറ്റില്ല. അതുവരുന്ന വോൾക്കാനോ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അതിങ്ങനെ കിടന്ന് മണലാവുന്നെന്നാണ് പറയുന്നത്. സോ അതൊക്കെ കയറാം.
ഫൈനലി ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. സൾഫർ ഫ്യൂംസ് അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. അവിടെ വോൾക്കാനോ, അവിടെ നിന്നാണ് ഇത്രയും സ്മോക്ക്. വോൾക്കാനോൻ്റെ എൻട്രൻസ് ഫ്രണ്ടിൽ ഇവരിങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട്. ഇവിടെ പൂജ ചെയ്യുന്നു തോന്നുന്നു. കണ്ടിട്ട് പഴം പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ബേണിങ് കൂടുതലാണ്. അപ്പം സൾഫർ ഫ്യൂംസ് ഭയങ്കര സ്ട്രോങ് ആണ്. അത്യാവശ്യം ഇവിടെ നിൽക്കാൻ പറ്റാത്ത സ്മെല്ലുണ്ട്. നമ്മൾ ഇപ്പം നടന്ന് അതർ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. സോ താഴെ അത്യാവശ്യം നല്ല ഫ്യൂംസ് മുകളിലോട്ട് വരുവാണ്. സ്മോക്കും ഉണ്ട്. ഭയങ്കര ബേണിങ് സ്മെല്ലാണ് സൾഫറിൻ്റെ. സോ ഇവിടെ നിന്ന് ഗൈഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മെല്ല് കാരണം ആർക്കെങ്കിലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടീഷർട്ട് വെറ്റ് ചെയ്തിട്ട് അത് മണപ്പിച്ചാൽ മതി, ഓക്കെ ആവുന്നു. സോ നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ. But it was definitely worth the experience. Like എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വോൾക്കാനോ. ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. സോ വേൾഡിൽ തന്നെ വോൾക്കാനോയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഗണപതി ഇല്ല ആകെ ഒരേ ഒരു പ്ലേസാണിത്. ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ വൺ സൈഡിൽ എഡ്ജിൽ പോയായിരുന്നു. പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഈ ഏരിയ റെസ്ട്രിക്റ്റഡ് സോണാണ്. അതുകൊണ്ടാണ് അവർ വിസിറ്റേഴ്സ് പ്രോഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ബട്ട് അവിടെ നിന്നും കാണാനാണ് മോർ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ വോൾക്കാനോ കണ്ടു. ഇനിയിപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്. ഇനിയിപ്പം നേരെ നമ്മൾ ഇറങ്ങിയിട്ട് താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയിട്ട് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല സൾഫറിൻ്റെ മണമുണ്ട്. അപ്പം നിൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ബ്രീത്തിങ്ങിന് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ലപോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുവാണ് എന്തായാലും. അങ്ങനെ വേൾഡിൽ തന്നെ ഒരു ആക്റ്റീവ് വോൾക്കാനോയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഗണപതിയെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പൂജയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് പൂജ ചെയ്തിട്ട് അവർ പറയുന്നത് പൂജ ചെയ്തിട്ട് ആ ഇലയും പ്രസാദവും ഒക്കെ വോൾക്കാനോയിൽ എറിഞ്ഞു കൊടുക്കുന്നതാണ്. അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് അറിയത്തില്ല. ബട്ട് എന്തായാലും പൂജ നടക്കുന്നുണ്ട് ഇവിടെ ഗണപതിയെ വെച്ചിട്ട്. വൺ ഫൈനൽ വീഡിയോ. ലൈക്ക് അപ്പം നമ്മൾ ഇറങ്ങാറായപ്പോൾ ഇവിടെ ക്രൗഡ് കൂടിയിട്ടുണ്ട്. നമ്മളുടെ ഗൈഡ് നമ്മളൊരു 8 മണിക്ക് താഴോട്ട് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ 7:25, 7:30 ആയി. അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. തിരിച്ച് ഇറങ്ങാൻ അത്യാവശ്യം ഈസിയാണ്. ഈ സ്റ്റെപ്സ് ഇറങ്ങാൻ ഈസിയാണ്. പക്ഷേ ഇപ്പം ക്യൂ ആയി. നമ്മൾ വന്നപ്പോൾ ഫ്രീ ആയിരുന്നു. ഇപ്പം അങ്ങ് അറ്റം വരെ ക്യൂ ആയി കയറാനായിട്ട്. നമുക്ക് അങ്ങനത്തെ ആ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വരെ പോകണം. ആ ലൈനായിട്ട് കിടക്കുന്ന അവിടെ വരെ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, ഇറക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ആ മണലിൻ്റെ അവിടെ കുറച്ച് പാടാണ് നടക്കാൻ. അപ്പോൾ എന്തായാലും 8 മണിക്ക് മുന്നേ നമ്മൾ എത്തും അവിടെ.
വേണ്ട. അങ്ങനെ നമ്മൾ മലയിൽ നിന്ന് നടന്ന് താഴെ എത്തി. ഇനി ഒരു ഫ്ലാറ്റ് സർഫേസാണ്, അതും കൂടെ നടന്ന് നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് എത്തും. ഗൈഡിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്പോട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം അത്യാവശ്യം നല്ല തിരക്കായി. നമ്മൾ വന്നപ്പോൾ ആൾക്കാർ കുറവായിരുന്നു. തിരക്ക് കൂടിയപ്പോൾ പൊടിയൊക്കെ നല്ല കൂടുതലാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി, വണ്ടീൻ്റെ ഫ്രണ്ടിലും എത്തി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോകും. നമ്മൾ ജീപ്പിൽ നിന്ന് ഈ കാറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഇനി ഒരു 7 hours ഈ കാറിൽ തന്നെയായിരിക്കും ജേർണി. നമ്മളിപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ലഗേജൊക്കെ മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഈ ഹോട്ടലിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്, ഈജിയാണ്. സോ ഇവിടെ നിന്ന് ഒരു 7 hours ജേർണി ഉണ്ട് അവിടത്തേക്ക്. അവിടെ എത്തിയിട്ട് രാത്രി 12 മണിക്ക് നമുക്ക് ട്രക്കിങ്.